അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ എട്ടാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. യാതൊരു അറിവാകട്ടെ, മാർഗദർശനമാകട്ടെ, വെളിച്ചം നൽകുന്ന വേദഗ്രന്ഥമാകട്ടെ ഒന്നും കൂടാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചു വരുന്ന ചില മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന്. വമിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മയ്യുജാദിലു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുകയാണവർ. ബിഗൈരി ഇൽം, യാതൊരു അറിവും കൂടാതെയാണ് അവർ തർക്കിക്കുന്നത്. വലാ ഹുദ, ഒരു മാർഗദർശനമോ സന്മാർഗമോ ഇല്ലാതെയാണ്. വലാ കിതാബിൻ മുനീർ, വ്യക്തമായ വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥമോ ഇല്ലാത്ത അവർ തർക്കിക്കുകയാണ് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ദൈവം ആരാണ്, അവൻ്റെ വിഷയത്തിൽ സംസാരിക്കുന്നത് വേണ്ടത് ഇൽമാണ്. വ്യക്തമായ അറിവോടുകൂടിയാണ് അള്ളാഹു സംസാരിക്കുന്നത്. ഖുർആനിൽ അള്ളാഹു സംസാരിക്കുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത് വ്യക്തമായ മുനീറായ കിതാബിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ ഹുദയുടെ അടിസ്ഥാനത്തിലാണ്. ഇതൊന്നും കൂടാതെ സംസാരിച്ചാൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുകയാണ് ചെയ്യുക. അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് സത്യത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, വലാലത്തിലേക്ക്, വൈകേടിലേക്ക് ക്ഷണിക്കുന്ന ബിദ്അത്തിൻ്റെയും ശിർക്കിൻ്റെയും ക്ഷണിതാക്കൾ, അവരുടെ അതിലേക്ക് ക്ഷണിക്കുന്ന ദായിമാർ, അതിലേക്ക് ക്ഷണിക്കുന്ന, സത്യത്തിൽ നിന്ന് തെറ്റിക്കുന്ന വൈകേടിൻ്റെ നേതാക്കന്മാർ, കുഫറിൻ്റെ ആളുകൾ, അവരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഹജ്ജ് തന്നെ ആദ്യ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽം, ഇൽമില്ലാതെ സർക്കുന്നത്, വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്, എല്ലാ ധിക്കാരിയായ പിശാചിനെയുമാണ് അവൻ പിൻപറ്റുന്നത് എന്നത്. അതായത് ബുദ്ധിപൂർണമായ യഥാർത്ഥ യുക്തിയോ ഉണ്ടാവുകയില്ല. ഇൽമില്ല എന്ന് പറഞ്ഞാൽ ബിഗൈരി ഇൽം എന്ന് പറഞ്ഞാൽ ഇൽമോ അഖലും ഇല്ലാതെ, ശരിയായ വ്യക്തമായ വഹീൻ്റെ പിൻബലമോ അതേപോലെ യഥാർത്ഥ യുക്തിപൂർണമായ ബുദ്ധിയുടെ കൂടാതെ ആണ് അവർ